മിസ്സേ, ഇനി ഇന്നത്തെ വ്ളോഗ് എവിടെയാ? അതൊക്കെ ഒരു സർപ്രൈസ് ആക്കാം. ഫോളോ മീ. മനോജ് സാറല്ലേ നേരത്തെ ചോദിച്ചു നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന്? നമുക്ക് എല്ലാരോടും കൂടെ പറഞ്ഞാലോ? സോ നമ്മള് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ക്വിസ് കോമ്പറ്റീഷനിലെ വിന്നേഴ്സിനെ ഓൾറെഡി അനൗൺസ് ചെയ്തിരുന്നു. നമ്മൾ നമ്മുടെ ഫസ്റ്റ് പ്രൈസ് വിന്നറിന്റെ വീട്ടിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനലി നമ്മളിതേ ആശാന്റെ വീട്ടിലെത്തി കഴിഞ്ഞു. അപ്പൊ ആരാണ് നമ്മുടെ ഫസ്റ്റ് പ്രൈസ് വിന്നർ എന്ന് അറിയാൻ നിങ്ങൾ എക്സൈറ്റഡ് ആയിരിക്കും അല്ലെ? ദാറ്റ് ഈസ് ആർജിത് അരവിന്ദ് ബിനോയ്. എക്സ്പെക്ട് ചെയ്തിരുന്നോ 90+ ഈ ക്വിസിൽ നീ തന്നെ വിന്നർ ആവുന്ന എക്സ്പെക്ട് ചെയ്തിരുന്നോ? എക്സ്പെക്ട് ചെയ്തില്ല. ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നു ക്വസ്റ്റ്യൻസ്? ഈസി, കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, സോ ഓണസ്റ്റ് ആയി പറയണം, ആദ്യത്തെ ഉത്തരം കണ്ടുപിടിക്കാൻ ഗൂഗിൾ ചെയ്തിരുന്നോ? ഇല്ല, ഞാൻ അത് എന്താണ് ഈ ക്വിസ് വന്നതിന് മുമ്പ് ഒരു മൈക്രോസോഫ്റ്റിന്റെ ചാനൽ പോയിന്റ്സ് ഇട്ടാനുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ അകത്ത് ഞാൻ സെർച്ച് ചെയ്യണ്ടായിരുന്നു. ഒരു ക്വിസിന്റെ ഇത് വന്നാലും ഞാൻ വെറുതെ സെൻഡ് ചെയ്തു. ക്വസ്റ്റ്യൻസ് വന്നില്ല. സോ ഓക്കെ, ജനറലി നമ്മളുടെ കുട്ടികൾ പറയാറുള്ള ഒരു കാര്യമാണ്, ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അവർക്ക് പാരന്റ്സ് ആയിരിക്കും അവരുടെ ഏറ്റവും വലിയ ബ്രിഡ്ജ്, ഏറ്റവും വലിയ സപ്പോർട്ട്. അല്ലെ, നമുക്ക് പാരന്റ്സിനോട് ചോദിച്ചാലോ എങ്ങനെയാ അതിന്റെ ഫീഡ്ബാക്ക്, അല്ലെങ്കിൽ 90+ ക്ലാസ്സിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് നമുക്കൊന്ന് പാരന്റ്സിനോട് ചോദിക്കാം. സാറിന്റെ പേര്? ബിനോയ് അരവിന്ദ്. മാമിന്റെ പേര്? ഓക്കെ, സാർ എന്ത് ചെയ്യുന്നു? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. മാം? സ്കൂൾ കൗൺസിലർ ആയിട്ട് മാം വർക്ക് ചെയ്യുന്നു. സാർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, സോ സാറിന് നമ്മുടെ ക്ലാസ്സസ് കണ്ടിട്ട് അല്ലെങ്കിൽ 90+ ക്ലാസ് കാരണം ആർജിത്തിന്റെ ലൈഫിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് തോന്നിയിട്ടുള്ളത്, മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്? ഞങ്ങൾ 90+നെ കുറിച്ച് ആദ്യം മനസ്സിലാക്കുന്നത് കോവിഡ് മഹാമാരി വന്നതിന് ശേഷം നമ്മളൊക്കെ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് ഒരു ആങ്സൈറ്റി ഉണ്ടായിരുന്നു. എങ്ങനെ നമുക്ക് നല്ലൊരു ട്യൂഷൻ നമുക്ക് സംഘടിപ്പിക്കുക എന്നുള്ളത്. ഓൺലൈൻ ക്ലാസ്സസ് എങ്ങനെ മുന്നോട്ട് പോകും, ഓൺലൈൻ ക്ലാസ് എഫക്റ്റീവ് ആവുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നല്ലേ? എങ്ങനെയായിരിക്കും ഇത് എഫക്റ്റീവ് ആയിരിക്കുമോ എന്നുള്ളത്. പക്ഷെ അതിനുശേഷം അർജിത്ത് 90+ലോട് ചേർന്നു. ടീച്ചർമാരുടെ നല്ല രീതിയിലുള്ള മോണിറ്ററിങ്ങും ഇവൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു അറ്റൻഷൻ കുറവുണ്ടെങ്കിൽ അവർ കൃത്യമായി നമ്മളെ അത് ഇൻഫോം ചെയ്യുകയും ചെയ്യുന്നതും, പിന്നീട് എക്സാം നടക്കുന്ന സമയത്ത് പാരൻസിനെ കൂടെ ഇരുത്തുന്ന ഒരു സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഒരു വർഷം കൊണ്ട് തന്നെ അവനെ ശരിക്കും ട്രാക്കിലോട്ടായി വിദ്യാഭ്യാസത്തിന്റെ. പിന്നെ അതിനുശേഷം ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു ഇതില്ല. പിന്നീട് ആളെ കുറച്ചുകൂടെ ഡിസിപ്ലിൻഡ് പോയി. എല്ലാം ക്ലാസ് അറ്റ് 7 o'clock 7:30 എന്ന് പറഞ്ഞാൽ റൈറ്റ് ടൈമിന് ആൾ ഇവിടെ ഉണ്ടാവുമായിരിക്കും. ചിലപ്പോൾ 7:55 പുറത്തായിരിക്കും, പക്ഷേ 7:30 കറക്റ്റ് ആൾ റൈറ്റ് ടൈമിൽ ഇവിടെ ഉണ്ടാവും, ഓൺ ടൈമിൽ വരും. സോ അർജിത്തിന്റെ അമ്മ സ്കൂൾ കൗൺസിലർ ആണെന്നല്ലേ പറഞ്ഞത്? ഓക്കെ, ടീച്ചർ കൂടെയാണ്. സോ അമ്മയ്ക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും ആർജിത്തിന്റെ ക്ലാസ്സിൽ എന്തൊക്കെ, ആർജിത്തിന്റെ ലൈഫിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത് നമ്മുടെ 90% ക്ലാസ് കാരണം? 90+ ആള് ഡിസിപ്ലിൻഡ് ആയി എന്നുള്ളതാണ് മെയിൻ ആയിട്ട്. ടൈമിൽ എഴുന്നേൽക്കുക, അറ്റൻഡ് ചെയ്യുക, ആ ഒരു കറക്റ്റ്. ഇപ്പൊ 7:30 ഇപ്പൊ ക്ലാസ് തുടങ്ങുന്നു, ഓൺ ദ സ്പോട്ട് അവിടെ ഉണ്ടാവും. ആള് വേറെ ആ സമയത്തൊക്കെ പുറത്തൊക്കെ ആണെങ്കിലും ആ സമയമാകുമ്പോഴേക്കും. യെസ്, അപ്പൊ നമ്മള് വന്ന കാര്യത്തിലേക്ക് കടക്കാം അല്ലെ? നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ക്വിസിന്റെ വിന്നറാണ്, ഫസ്റ്റ് പ്രൈസ് വിന്നറാണ്. 90+ൽ ജനറൽ നോളജ് പഠിപ്പിക്കുന്നില്ല, പിന്നെ എങ്ങനെയാണ് ജനറൽ നോളജ് ഇത്രയ്ക്ക് ഉണ്ടായത്? മെയിൻലി അമ്മൂമ്മയുടെ ഒരു സഹായത്തിനാണ്. അമ്മൂമ്മ, ആഹാ, അച്ചമ്മ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അച്ചമ്മേനെ കൂടെ പരിചയപ്പെടുത്തിയാലോ എല്ലാവർക്കും? കൊച്ചുമോൻ പറയുന്നു അച്ചമ്മയാണ് ജനറൽ നോളജ് പഠിക്കാനുള്ള മോട്ടിവേഷൻ. ശരിയാണ്. അവന് ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ കുഞ്ഞില് തുടങ്ങി എൻ്റെ കൂടെ ഉറങ്ങുന്നത് അവൻ. അപ്പോൾ ഒരു 3 വയസ്സ് 4 വയസ്സുള്ളപ്പോൾ തുടങ്ങി കിടന്നിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് വരുന്ന കാണുന്ന കാര്യങ്ങളും പത്രത്തിലുള്ളതും അവന് കിടക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞു കൊടുക്കും. പിറ്റേ ദിവസം ഉണരുമ്പോൾ ഞാൻ ചോദിക്കും, ഇന്നലെ അച്ഛമ്മ പറഞ്ഞ ഏതാ കാര്യം? അപ്പൊ തന്നെ അവൻ പറയും ഇന്നതാണ്. അത് അവനൊരു മോട്ടിവേഷനായി. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് മെയിൻ പാർട്ടിലേക്ക് കടക്കാം. നമുക്ക് നമ്മുടെ അർജിത്തിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി അർജിത്തിന്റെ വീട്ടിലെ തന്നെ ഗുരുവായ അച്ഛമ്മേനെ തന്നെ വിളിക്കാം. ആർജിത്തിന്റെ ഫ്രണ്ട്സ് ആണ്. ഓക്കെ, സോ ആർജിത്തിന്റെ ജേർണിയിൽ എങ്ങനെ സപ്പോർട്ട് ചെയ്തു, ഫ്രണ്ട്സിന്റെ ഇൻവോൾവ്മെന്റ് എന്താന്ന് നമുക്ക് ചോദിക്കാം. യെസ്, ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. എന്റെ പേര് ആദിദേവ്, ഞാൻ 9th പഠിക്കുന്നു. എന്റെ പേര് ഇവാൻ, ഞാൻ 7ൽ പഠിക്കുന്നു. ഓക്കെ,
നിങ്ങളൊക്കെ എങ്ങനെയാണ് ആർജിത്തിനെ സപ്പോർട്ട് ചെയ്തത്? ആർജിത്തിന്റെ ഈ ക്വിസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ക്വിസ് വിൻ ചെയ്ത കാര്യമൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു ആർജിത്ത്? അത് പറഞ്ഞിരുന്നു. ആർജിത്ത് ജനറൽ നോളജിൽ എപ്പോഴും ഭയങ്കര മുന്നിലായിരുന്നു. അതെ, എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാനൊക്കെ പറ്റും. അതെല്ലാം പറഞ്ഞവരായിരുന്നു. പഠിക്കാനൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട് നിങ്ങൾ രണ്ടുപേരും? ഉണ്ട്. അങ്ങനെ ഇൻഡിപെൻഡൻസ് ഡേ ക്വിസ് കോൺടെസ്റ്റ് വിന്നർ ആയിട്ടുള്ള ആർജിത്തിന് നമ്മൾ പ്രൈസസ് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ഇതുപോലെ 90+ ഇനി കൂടുതൽ കോൺടെസ്റ്റ് ക്വിസ് കോമ്പറ്റീഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. സോ ഫ്യൂച്ചറിലുള്ള എല്ലാ കോൺടെസ്റ്റിലും നമ്മുടെ എല്ലാ സ്റ്റുഡൻസും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വലിയൊരു ബിഗ് സക്സസ് ആയിരിക്കും. അടുത്ത വിന്നർ ചിലപ്പോൾ നിങ്ങളായിരിക്കും. സോ എല്ലാവർക്കും 90+ തംസ് അപ്പ് കൊടുത്താലോ? സ്റ്റേ ട്യൂൺഡ് വിത്ത് 90+.